ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണ്. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നത് കേട്ടോ. ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നോക്കി വെക്കും. അതിന് ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി എടുത്ത് നമ്മുടെ ഗരം മസാലകളില്ലേ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ എന്താ പറയുക അതിന് ലീഫ്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഉള്ളിയിട്ട്, പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പിന്നെ പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ട് നല്ലോണം വഴറ്റുക. ഇതിൻ്റെയൊക്കെ മാണുന്ന വിധത്തിൽ വഴറ്റണം കേട്ടോ. പിന്നെ 3-4 തക്കാളി ഇടുക. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടപ്രകാരം ഇടുക കേട്ടോ. മസാല കൂടുതലുള്ളവർ കൂടുതലിടാം. പിന്നെ മഞ്ഞൾ, മുളക്, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, അതും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഞാൻ സാധാരണ ചെയ്യുന്നത് വഴറ്റി ചിക്കൻ ഇട്ട് ആ ചിക്കൻ ഒരു വെള്ള കളർ വരുമല്ലോ, ഒരു വൈറ്റിഷ് ആവും. ആ സമയത്ത് ഞാൻ അതുവരെ ഞാനൊന്ന് ഫ്രൈ ചെയ്യും. ഫ്രൈ അല്ല, ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കും, ഇളക്കി എടുക്കും. എന്നിട്ട് അതിന് ശേഷം ഒരു വിസിലിൽ ഞാൻ അടിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനൊക്കെ എന്തൊക്കെയോ ഹോർമോൺ അങ്ങനെയൊക്കെ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ പോകുന്ന ഡോക്ടർ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒറ്റ വിസിലടിച്ചിട്ട് പിന്നെ ഞാനതെടുത്ത് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയും കേട്ടോ. നല്ലോണം ഒന്ന് കുറച്ച് തിക്കായിട്ട് എടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ മസാല ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പിന്നെ ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുക. ഇത് കുക്കറിലിടാൻ വേണ്ടി ചൂടുവെള്ളമാണ്, നല്ല തിളക്കുന്ന വെള്ളം ഒഴിക്കാം. പിന്നെ നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. ബിരിയാണി ചെമ്പ് എടുത്തിട്ട് അതിൽ എണ്ണയും അതുപോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഇട്ടിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പ് കുറച്ച് ഇടാൻ പാടുള്ളൂ, അധികം ഇടാൻ പാടില്ലേ. അതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അരി ഞാൻ ഒരു 10 മിനിറ്റ് ജീരകശാല അരിയാണ്. ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാക്കി, ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായി. അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനെന്ത് ചെയ്യും, ചൂടുവെള്ളം, നല്ല തിളക്കുന്ന വെള്ളം ഇട്ടിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കുക. സിമ്മിൽ വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് അതിൻ്റെ വെള്ളമില്ല, കാരണം വെച്ചാൽ വെന്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ അരി വേവിക്കാറുള്ളത്. അപ്പോൾ ഒരിക്കൽ നോക്കി അപ്പോൾ അരി വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇത് ദമ്മിനിടണ്ടേ. ദം ബിരിയാണിയാണ് കേട്ടോ. ദം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ദമ്മൊന്നും ഇവിടെ കിട്ടില്ല. എന്നാലും നമുക്ക് കഴിയുന്ന പോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് മസാല അതിലേക്ക് ഇടിച്ച് കുറച്ച് ചോറ് അങ്ങോട്ട് മാറ്റി വെക്കുക, മസാല അതിലേക്ക് മേലെ ഇടുക. എന്നിട്ട് പിന്നെ ചോറ് പിന്നെ ഇടുക. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ നമ്മുടെ മല്ലിയില, പുതിന ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് മൂടി വെച്ച് ഒരു വലിയ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് മേലെ വെക്കുക ചെയ്യുക കേട്ടോ. കാരണം വെച്ചാൽ വേറെ വഴിയേ ഇല്ല. കുറച്ച് ലെമണിൻ്റെ നീരും കൂടി ഒഴിച്ചാൽ നല്ലത് കേട്ടോ. അപ്പം അത് ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വേവിച്ചാൽ ബിരിയാണി ആവുന്നേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്ക് ചകിരി നല്ലോണം കത്തിച്ചിട്ട് അതിൻ്റെ കനലിടുകയാണേ ചെയ്യുക. അമ്മയൊക്കെ അങ്ങനെയാണേ ചെയ്യുക. ഇവിടെ അതൊന്നും നടക്കത്തില്ല. ബാംഗ്ലൂരല്ലേ, ഇവിടെ ഒരു വഴിയില്ല. അപ്പോൾ കണ്ടോ, ഇതിനെ അടച്ച് വെച്ചാൽ ബിരിയാണി റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലല്ലേ നമുക്ക് പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയേ വേണ്ടു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ മാത്രം പരിപാടികളാണ്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യണം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അത് ഉപ്പ്, മഞ്ഞൾ, മുളക്, കുരുമുളക്, പിന്നെ അത്രയും ഞാൻ ഇടാറുള്ളൂ കേട്ടോ. മഞ്ഞൾ, മുളക്, കുറച്ച് മല്ലിപ്പൊടി ഇടും. പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഒന്നും ഇടത്തില്ല, കാരണം ബിരിയാണി സ്വതവേ അങ്ങനെയല്ലേ, മസാലയല്ലേ. അപ്പോൾ അതിനത് ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടണം. പിന്നെ എന്നോട് ലെമൺ ഇടാൻ മറന്നുപോയി. അങ്ങനെ ഞാനത് തുറന്നിട്ട് പിന്നെ അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു സാലഡ് ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടി ഉള്ളി എടുത്ത്, ഉള്ളി നല്ല ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട്, ഒരു പച്ചമുളകും, തക്കാളി ഇവിടെ ഇടാറില്ല, തക്കാളി ഇഷ്ടമല്ല. അതിൽ തൈര് ഒഴിച്ചിട്ട് ഞാൻ അത് നമ്മൾ വിളമ്പാൻ നേരത്ത് മാത്രമേ തൈരൊക്കെ ഒഴിച്ച് വെക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് അവിടെ വെക്കും കേട്ടോ. അതാണ് കാണുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ റെഡിയായി കേട്ടോ.
ദം ബിരിയാണി റെഡിയായി. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും പുതിയ ചാനലാണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.